ഈ ആറെണ്ണം കള്ളം പറയുന്ന കേട്ടോണേ. ഇതുവരെ അത് കുറേ മിണ്ടിയിട്ടുള്ളതാ. പുള്ളി കുറെ കള്ളം പറയും. നമ്മൾ ഈ പറയത്തില്ലേ ആറെണ്ണം ഭയങ്കര ശുദ്ധഗതിക്കാരനാ, അയാൾ കള്ളം പറയത്തില്ലെന്നൊക്കെ. കുറേ കള്ളത്തരം പറയും. അതായത് അന്ന് തന്നെ കുറേ കള്ളത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞ് നിൽക്കുന്ന കണ്ടപ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കുന്നില്ല, നീ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കടാ എന്നൊക്കെ പറഞ്ഞ്. അത് മാത്രമല്ല, ഇപ്പം ഇത് പറയുന്നതിനകത്ത് കള്ളത്തരമുണ്ട്. കാരണം എല്ലാം ഇയാൾക്ക് ബുദ്ധിയില്ല ബോധവും ഇല്ലാത്ത ഒരാൾക്ക് അതൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇയാൾക്ക് ബുദ്ധി ഇല്ലായ്മ ഉണ്ടോ എന്നുള്ളത് ഒരു ശരിയാണ്, ബുദ്ധിയില്ലായ്മ ഉണ്ട്. കാരണം എല്ലാം ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലല്ലോ. നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ, ഈ ബാലയായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പൈസ അങ്ങനെ വല്ലതും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കാൻ എനിക്കറിയാം. അതിന് ഈ ആറാട്ടൻ്റെ അടുത്ത് വോയിസ് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ വേറൊരാൾക്ക് വോയിസ്, ഇത് ഇവിടെ എങ്ങും ബന്ധമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഈ വോയിസ് ഒക്കെ കിട്ടുന്നത്? അത് അങ്ങനെ ചെയ്യുന്നതല്ല. അത് ഇതിനിടെ ചുമ്മാ ഓരോരുത്തർ വന്ന് കോംപ്രമൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുക. ഇയാളും ഈ പറഞ്ഞ ആൽവിനൊക്കെ എന്നോട് കുറേ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് അങ്ങനല്ല. ഇതിൻ്റെ ഒരു സിനാരിയോ പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് അത്രേ ഉള്ളൂ. അല്ലാതെ പൈസയുടെ ഇടപാട് വല്ലതും ചെയ്യാനാണ് ഇവന്മാരൊന്നും അറിയാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളെ ഇങ്ങനത്തെ രീതിയിൽ വിളിച്ച് പറയൂ. അതായത് ഭയങ്കര എക്സ്പ്ലനേഷനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യാനാണ് വേറെ ഒരുപാട് മാർഗങ്ങൾ അറിയാം എനിക്ക്. അതിന് ബാലയല്ല ഏതോൻ്റെ അടുത്തുനിന്ന് ആൾ എന്ത് വേണേൽ ചെയ്യാനുള്ള പരിപാടികൾ അറിയാം. അതിന് ഇതാണോ ചെയ്യുന്നത്? അതല്ല, അവൻ അങ്ങനെ ഉണ്ട് ഇയാളുടെ അടുത്ത് എത്തത്തില്ല അതൊരിക്കലും. മനസ്സിലായില്ലേ? അത് അതുപോലത്തെ ഒരാളുമായിട്ട് സംസാരിക്കത്തില്ല. ഏത് ഈ പറഞ്ഞ ഞാനിപ്പോൾ അയച്ചു കൊടുത്ത ആളാണെങ്കിലും വെറുതെ ഇങ്ങനൊരു സിനാരിയോ പറയുമ്പോൾ നമ്മൾ ഓരോ കാരണങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു വീഡിയോ അല്ല, അതൊരു ഓഡിയോ ക്ലിപ്പാണ്. അതിന് ബാക്കിയുണ്ട്. അത്രയും മാത്രമല്ല ഞാൻ പറഞ്ഞത്, കുറേ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ. പിന്നെ അതിനകത്ത് തെറ്റിപ്പോയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഇത് ക്രിമിനൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്നതുകൊണ്ട് ഔട്ട്സൈഡ് കോർട്ട് അനുവദിക്കത്തില്ല സെറ്റിൽ ചെയ്യാൻ. ഞാൻ ആദ്യം അങ്ങനെ തെറ്റിദ്ധാരണ എനിക്കുണ്ടാകുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ അങ്ങ് പറയുന്ന രീതി അതാന്നേ ഉള്ളൂ. ഞാൻ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയും. അത് കേട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള പുറപ്പാടാന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതല്ല, ഇതിനപ്പുറം പറയും. മനസ്സിലായില്ലേ? ഞങ്ങളന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് മരിക്കും. കാരണം അത്രയും വാണത്തരം പറയിരുന്നു, എല്ലാവരോടും വട്ടം കൂടിയിരുന്നു. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ അണ്ണന് കിട്ടിയപ്പോൾ അണ്ണൻ വിചാരിക്കുന്ന അണ്ണൻ എന്തോ സംഭവമാണെന്നൊക്കെയാണ്. എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒട്ടും ഒരു സാധനം നമ്മളുള്ള കാര്യം പറഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെയായിരിക്കും പിന്നെ വിളിച്ച് പറയാതൊന്നും പറയാൻ പറ്റത്തില്ല. അയാളടുത്തത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ വിചാരിച്ച എന്തോ സംഭവം കിട്ടിയിരിക്കുന്നത്. അത് നല്ലൊരാൾക്കാണ് ഷെയർ ചെയ്തത്, സീക്രട്ട് ഏജൻറ്റ് ഉടനെ എഡിറ്റ് ചെയ്തൊക്കെ അയച്ചു കൊടുത്തെന്ന്. അത് വേറൊരുത്തൻ. ഇങ്ങനത്തെ ടീംസിനൊക്കെ പറ്റിയൊരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അത് ഒന്നെങ്കിൽ ഇത് പറയുമ്പോൾ മനസ്സിലാവണം. അത് മനസ്സിലായിട്ടില്ലേ ആള് പൊട്ടനാണ്. ആറാണ്ടെണ്ണം ഒന്നെങ്കിൽ പൊട്ടനാണെന്നില്ലേ കള്ളനാണ്. മനസ്സിലായി? ഈ കള്ളത്തരം പറയുന്നതിന് പിന്നെ 10 ലക്ഷം രൂപയേ ഉള്ളൂ അതിന്. ആദ്യം കൂടുതൽ ചോദിക്കും. പിന്നെ ഈ പറയുന്നതൊക്കെ ഞാൻ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ചുമ്മാ ഇരുന്നവരെന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 4200 എന്നൊക്കെ പറഞ്ഞ് കളയും ബോഡി കൗണ്ട്. അത് ഇയാളോട് തന്നെ ചിലപ്പോൾ ഇനി കണ്ടാൽ പറയും പഴയ 3500 മാറ്റിയേക്ക് എന്നൊക്കെ പറയുന്ന സാരമാണ്. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കൊരു പഴമുള്ള കേസല്ല, ഇതൊരു പ്രശ്നമുള്ള കേസല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യാറുമുണ്ട്. അതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല. ഇത് അയാൾക്കും അറിയാം. എന്നിട്ടും അയാൾ കള്ളം പറയുന്ന കേട്ടോ. ഇത് കള്ളത്തരം. ഇത് ഇയാൾ പറയുന്ന പോലെ ഇയാൾ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതിനകത്ത് അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അതൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നുമില്ല. ഐക്യം മെഷർ ചെയ്യാൻ പോവാ. ഡ്രഗ്സ് അടിച്ചെന്ന് അവിടെയാണ് വേറൊരു കള്ളത്തരം. ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തും പെരുത്ത് കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും അടുത്ത കൂട്ടുകാരുള്ളിടത്ത് വല്ലപ്പോഴും വല്ല അടിച്ചെന്ന് പറയുന്ന ടൈപ്പാണ്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഈ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അതും ഒരു കള്ളത്തരമാണ്. ആരും കാണാറില്ല എന്നെ അങ്ങനൊന്നും. പിന്നെ ബീവറേജിൽ പോയി ഞാൻ ബീർ മേടിച്ചാൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
അങ്ങനെ എപ്പോഴും ഒന്നും എടുക്കാറില്ല. എപ്പോഴും എടുത്താൽ എല്ലാ ദിവസവും വീഡിയോ എടുക്കേണ്ടി വരും. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഓളം പോലെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇയാളുടെ വീഡിയോ ഒന്നും എപ്പോഴും ഒന്നും എടുക്കാറൊന്നുമില്ല. വിളിച്ച് പുറകെ നടന്നാൽ പോലും ഞാൻ എടുക്കാറില്ല. എപ്പോഴും വിളിച്ച് ചോദിക്കും പൊടാക്കാസ്റ്റ് വരണ്ടേ. കഴിഞ്ഞ ആഴ്ചയും വരെ വിളിയാണ്. ഈ വനിത പോയി അലമുണ്ടാക്കുന്നതിന് മുമ്പും എന്നെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. നമുക്ക് പൊടാക്കാസ്റ്റ്. നമുക്കിത് എല്ലാ ദിവസവും ഒന്നും താങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ എല്ലാ ദിവസവും ഇയാളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പോകല്ലേ. നമ്മളെ വീഡിയോ പോലും എടുക്കുന്നില്ല. അപ്പോഴാണ് ഇയാളുടെ കൂടെ വീഡിയോ എടുക്കാൻ പോവുക. കുറച്ച് ഓട്ടത്തിനിടയ്ക്ക് കേൾക്കണ്ടേ അതിന്. അതെന്താണെന്നറിയോ, ഇയാളുടെ പേജ് മാനേജ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഇയാൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് കൊടുക്കാനായിട്ട് ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു പയ്യനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അത് ഇയാളിടയ്ക്ക് വെച്ച് ഉഴപ്പും. എന്നിട്ട് അവരെ പറ്റി അനാവശ്യമൊക്കെ പറയും. അങ്ങനെ അവരൊക്കെ വിട്ടുപോയെന്ന് തോന്നി. ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഓരോ മുടന്തൻ ഐഡിയാസും കൊണ്ട് വരുമെന്ന്. കറക്റ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ ഇയാൾക്കതൊന്നും പറ്റത്തില്ല. ഇയാൾ ഈ ചുമ്മാതെ ഈ അലമ്പുണ്ടാക്കി നടക്കരുത് തന്നെയാണ് പുള്ളിയുടെ ഉദ്ദേശം. അതുകൊണ്ട് നടക്കത്തില്ല. വേറെ പലർക്കും കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള 1-2 എടുത്ത് റെഡിയാക്കി കൊടുത്തു. പിന്നെ അത് കുളവാക്കി. ഇതൊന്നും പുള്ളിക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. എന്നാൽ പുള്ളി വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുമോ അതുമില്ല. ഒരു ഐറ്റിനെയൊക്കെ വെറുപ്പിച്ച് അവരെന്തെല്ലാം പരിപാടി പിടിച്ചു കൊടുത്താ ഒന്നും ചെയ്തില്ല. ഒന്നും നടക്കത്തില്ല ഇയാളെ കൊണ്ട്. ഇതെന്ത് ബന്ധം? കുറെ എവിടെ നടക്കാത്ത ഇമ്പാക്റ്റിലെ കുറെ ഐഡിയാസും പറയും, അത് ഇംപ്ലിമെന്റും ചെയ്യില്ല. നീ ഒന്ന് സ്വയം ചെക്കിയാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? എന്റെ കാര്യമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് നടക്കാതെ പോയത്. ഇയാൾ ചെയ്യത്തില്ലെന്നേ. ഇയാളെ കൊണ്ട് പറ്റത്തില്ല. ഇയാൾ ഇങ്ങനത്തെ പരിപാടി. പിന്നെ ഇതുപോലുള്ളവർക്ക് ഒത്തിരി പേർക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയായിട്ട് ഇറങ്ങിയ കുറേ പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആദ്യകാലത്ത് ഇറങ്ങിയവരൊക്കെ ആദ്യം എന്നെ തന്നെ വിളിച്ചു ചോദിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടും ഇങ്ങനത്തെ ഈ പേജും പ്രൊഫൈലും ഒക്കെ ആയിട്ട് ഈ യൂട്യൂബ് ചാനലും എല്ലാം ആയിട്ട് ഇറങ്ങിയ ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്കൊന്ന് ഏറ്റവും ആദ്യം അങ്ങനത്തെ ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അതെനിക്ക് നല്ലപോലെ അറിയാം. കാരണം 2013-14 കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തൊന്നും ആരും വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ പലരും പല പരിപാടി തുടങ്ങുമ്പോഴും വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്. അത് ഞാൻ ചെയ്തും കൊടുക്കും. ഇപ്പോൾ വേറെ പല ആൾക്കാരെയും കണക്ട് ചെയ്തും കൊടുക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും യൂട്യൂബോ ഫേസ്ബുക്കോ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ ചെയ്യും. ബിഗിനേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ കഴിഞ്ഞിടയ്ക്ക് ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പറ്റിയൊരു രീതിയിലാണ് ഇയാൾക്കുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇയാളത് ചെയ്യത്തില്ല. ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇയാൾക്ക് മാത്രം പ്രശ്നമാണ്. അതാണ് ആരുടെ കുഴപ്പമാണ്? ഇല്ല, അണ്ണന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോയല്ലേ എല്ലാം. പിന്നെ അതൊക്കെ അങ്ങ് വിശ്വസിക്കും. പിന്നെ അത് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വിളിച്ചും പറയും. ഭയങ്കര സത്യസന്ധനായ ആളാന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് സത്യസന്ധത? കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ബോധമില്ല, വെളിവില്ല. ഈ 2 കേസല്ലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയൊക്കെ അറിയാവുന്ന ഒരാളെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കള്ളനായിരിക്കണം, അല്ലേ കൂടെ നിന്നിട്ട് ചതിക്കുന്നവെന്ന് പറയുന്ന ഒരാളായിരിക്കണം. അതുമല്ല ഇവന് വെളിവില്ല. അല്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇയാളെ പറ്റി ഞാനത് ആവശ്യമില്ലാത്ത പറഞ്ഞു കേട്ടോ ഇത്ര നേരിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇയാൾ പറയുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടതും കേട്ടതും ഇങ്ങനെയൊക്കെ തന്നെ. ഇത് വേണേ 10 പേരെ കൊണ്ട് പറയിക്കുകയും ചെയ്യാം. അതിനകത്ത് ഇടപെട്ട മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇത് കുളവാണ്. പിന്നെ ഇതുപോലത്തെ കള്ളത്തരങ്ങൾ പറയും. ഇത് അത്ര ശുദ്ധനൊന്നും അല്ല ആറാട്ടം എന്ന് പറയുന്ന ആൾ. അയാൾ ഇത്തിരി കള്ളത്തരം ഇടയ്ക്ക് പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വീഡിയോ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ മാറ്റി പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ സ്ഥിരമാണ്. അയാൾ അത്ര 100% നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ സത്യസന്ധതയൊന്നുമില്ല. കള്ളത്തരമുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്കും പറഞ്ഞു നല്ല കള്ളത്തരമുണ്ട് കയ്യിൽ. കള്ളത്തരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൾക്കാരെ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതിനൊന്നും ആരുടെയും കൂടെ നിൽക്കാറുമില്ല. ഇങ്ങനത്തെ കള്ളത്തരം പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ളവരെ മനസ്സിലായോ? കൂടാണെന്നിട്ട് കള്ളമാണ് പറയുന്നതൊക്കെ. എല്ലാ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ എല്ലാം വേണ്ട. നമ്മളിപ്പോൾ ഉടായ്പ പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ കണ്ടന്റിനാണോ എന്തിനാണെന്നറിയത്തില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് ഈ പുള്ളിയായിട്ടുള്ള പരിപാടി നിർത്തുന്നത്. എന്തൊക്കെയാ മാറ്റി പറയാൻ? പണ്ട് ഒരിക്കൽ പറഞ്ഞാണ് എല്ലാം മാറ്റി പറയാ. അങ്ങനെയല്ല അത് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ മീഡിയയുടെ മുന്നിൽ പോയി ചാടി അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ അവരെടുത്തിടും. അതൊഴിവാക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ മീഡിയക്കാർ വളച്ചൊടിച്ചൊന്നും ആക്കിയതാണെന്നൊന്നും
തീർത്ത് പറയാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ കുറേയൊക്കെ ഉണ്ട് ഇവരാവശ്യമില്ലാതെ ഇയാളെ കൊണ്ട് പല പണിയും ചെയ്യിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ പോയി നിന്ന് ചെയ്യുന്ന ഇയാളോട് പോകരുതെന്ന് പറഞ്ഞാൽ ഇയാൾ കേൾക്കുമോ? വനിത തിയേറ്ററിൽ പോകരുത്, പോയിട്ട് ഒരു കാര്യമില്ല. ഇയാൾക്കൊരു പറയാനുള്ള കാര്യമൊന്നുമില്ല വനിത തിയേറ്ററിൽ പോയി കിടന്ന് ഈ പൊട്ടത്തരം കാണിക്കുന്നത്. എന്നാലും പോവും. പിന്നെ ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ചെയ്താലും ഞങ്ങൾ പറയും ഇത് ശരിയായില്ല, അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാറില്ല. ഇയാളെ വെറുതെ പറയുന്ന, ഇയാൾ പലതും അബദ്ധം പറ്റുന്നതെന്നൊക്കെ. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് ഇടയിൽ. പാലയുടെ കേസിൽ 10 ലക്ഷം രൂപ ചോദിച്ചതാണ് ആ ഓഡിയോ ക്ലിപ്പ്. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആറാട്ടെണ്ണം പറയത്തില്ല, ആറെണ്ണം പൈസ മേടിച്ചിട്ട് പോസിറ്റീവ് റിവ്യൂ ഒന്നും ചെയ്യാറില്ലെന്ന്. അത് വെറുതെയാ. കാശ് മേടിക്കാറുണ്ട്, മേടിച്ചിട്ട് അതും ചെയ്യാറുണ്ട്. ഇവരായാലും ഇത്രയും കള്ളത്തരമൊക്കെ പറയാമല്ലോ. ഇവൻ ഇങ്ങനത്തെ കള്ളത്തരം പറയുമ്പോൾ ഓർക്കണം, ഇനി ഇതുപോലെ വല്ലതും വന്ന് അനാവശ്യ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ അറിയാം. നിനക്ക് എന്തൊക്കെ എവിടെയൊക്കെ കൊണ്ടാ പൈസ കളയുന്നതെന്നും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. അത് ഒരാൾക്ക് മാത്രമല്ല, ഒരു 10 പേർക്ക് അറിയാം. ഇതെല്ലാം ഞാനും വിളിച്ചു പറയും കേട്ടോ. ഈ മേലാൽ കുറച്ച് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കണം. അണ്ണൻ്റെ കള്ളത്തരമൊക്കെ മനസ്സിലായി, എല്ലാ കള്ളത്തരവും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഇവിടെ ഞാൻ ഓരോന്ന് ഒപ്പിക്കുന്നുമുണ്ട്, എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ എല്ലാം പൈസ കിട്ടുന്നുണ്ട്. പോരാത്തതിന് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ പലയിടത്തും പൈസ കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക്. ഇയാൾ പറയുന്ന കേട്ടവർക്കോ ഞാൻ ആരെയും കാശ് മേടിക്കാറില്ലെന്നൊക്കെ. ഇയാൾ മേടിക്കാറുണ്ട്. എന്നിട്ട് നമ്മളെയൊക്കെ കള്ളെന്ന് പറയും ഇടയ്ക്കിരുന്നുകൊണ്ട്. എന്തുവാ, എൻ്റെ ഇനങ്ങ് ഒരുത്തനായിട്ട് ഒരു ഡീലും ഇല്ല. ഇങ്ങനത്തെ ഒരാളുടെ ട്രാൻസാക്ഷൻ കാണിക്കാൻ എന്നെ കൊണ്ട് ആർക്കും പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഇടപാട് പിടിക്കാറില്ല. പിന്നെ പൈസ മേടിച്ചിട്ട് പ്രൊമോഷൻ പറയാൻ പോവുക, ഇയാളൊക്കെ ചെയ്യാറുള്ള ആളാണ്. എന്നിട്ട് പറയുന്ന കേട്ടവർക്കും ഭയങ്കര മാന്യമാണ്. കണ്ടോ കള്ളത്തിനും കണ്ടോ, ഇത് കള്ളം പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. ഇല്ല, ഇയാൾ കള്ളത്തിനൊന്നും പറയാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ഇയാൾ പലയിടത്തുനിന്ന് പൈസ മേടിച്ചിട്ടൊക്കെയാണ് റിവ്യൂ ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് ആൾക്കാരുടെ വിചാരം ഇതൊന്നും ഇല്ലാത്തൊരു ഭയങ്കര മാന്യനാണ്. ഇയാളുടെ എല്ലാ ഉടായ്പുണ്ട്, പല ഉടായ്പുണ്ട് ഇയാളുടെ. ഇയാൾ ജിഷ്ണുവിൻ്റെ കേസൊക്കെ പറയുന്നില്ലേ, അതിനകത്തും തരികിടയുണ്ട്. ഇയാൾ ഭയങ്കര ഒരു അലമ്പാണ് ഒപ്പിച്ചത്. അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് കിടന്ന് കളിക്കുക. കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇങ്ങനത്തെ അഭ്യാസമൊക്കെ, കുറച്ച് നാളെ ആയിട്ടുള്ളൂ, കുറേ അലമ്പായിട്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് വീഡിയോ ഇടുന്നത്. അല്ലല്ലേ ശരിയാകത്തില്ല. അത് ഇങ്ങനത്തെ അലമ്പൊന്നും പ്രോത്സാഹിപ്പിക്കാൻ കൊള്ളത്തില്ല ആരായാലും. അതിനിപ്പോൾ ഇയാൾക്ക് ഇതിന് കുഴപ്പമുള്ളതാണെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. ബാലോട് ചോദിച്ചെന്നൊക്കെയാണ് പറയുന്നത്, ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓഡിയോ ക്ലിപ്പ് ലീക്കാവുന്ന നല്ലത്. അത് കൊടുത്ത ആരാന്നും എന്തിനാ ഞാൻ അയാൾക്ക് അയച്ചതെന്നും ഇയാൾക്ക് എന്തുകൊണ്ടാണ് അയാൾ അയച്ചു കൊടുത്തതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതെല്ലാം പരസ്പരം അറിയാവുന്ന ആൾക്കാർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അതായത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇവനിങ്ങനെ പുറകെ നടക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരുത്തരും ഇങ്ങോട്ട് വരിക ഇത്ര ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ആരെങ്കിലും ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മേടിച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇളക്കി അങ്ങ് വിട്ടു. അപ്പോൾ അതോടെ ഈ ശല്യം അങ്ങ് ഒഴിവായി. മനസ്സിലായി? അതിനു വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ഇത് ചോദിക്കാനാണ് ഇവൻ വഴി ഒരിക്കലും അത് വരത്തില്ല. അതിനോളം പൊട്ടനൊന്നും അല്ല ഇവിടെ. ഞാനാണേലും ചിലപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവരും അത്ര പൊട്ടന്മാരായിരിക്കത്തില്ലെന്നെങ്കിലും വിചാരിക്കണ്ടേ ഈ പൊട്ടൻ. ഇവന്മാരെ പൊട്ടന്മാരുടെ ആ ഗ്യാങ് പോലാണോ ബാക്കിയുള്ളവർ? ഇവന്മാർ തമ്മിലൊക്കെ നല്ല മണ്ടത്തരം കാണിച്ചു കൂട്ടുന്നത്. അതുപോലെ വേറെ എല്ലാവരും അങ്ങ് കാണുന്നതാണ് അണ്ണൻ്റെ ഒരു വേറൊരു കുറവ്. ഇതിപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക മോഹൻലാലിന്റെ അതൊക്കെ വിട്ടേക്ക്. എന്താണ് സംഭവിച്ച പക്ഷെ ഒരാളെ പ്രാർത്ഥന വിളിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കണം? അത് പറയാൻ പറ്റത്തില്ല. അവിടെ കിടന്ന് എത്ര നാളായി തുടങ്ങി, അയാൾ അത്രയല്ലേ പറഞ്ഞുള്ളൂ. ബന്ധം വെക്കില്ല, എനിക്ക് പിന്നെ ബന്ധം വെക്കാൻ താല്പര്യമില്ല. ഓ, വളരെ ഉപകാരം. ഒരു മത്സരത്വം ഇല്ല. ജിഷ്ണുവിന്റെ കേസിട്ട് പറയും, പക്ഷെ ഇത് കേട്ടോണേ, സ്വന്തം അപ്പനോട് സംസാരിക്കില്ല. ഇതേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ പറയത്തില്ലേ, അതായത് ഈ പേരൻസിനെ പറ്റിയും ഇവൻ്റെ അപ്പം മരിച്ചു പോയത് സെന്റിമെന്റ്സ് ഭയങ്കര ഓവറായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ പറയും, ഓ എനിക്കാണ് ഈ അപ്പനും അമ്മയൊക്കെ ഉള്ളത് ഇഷ്ടമല്ല, എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചോണേ, അങ്ങനെയൊക്കെ പറയുന്ന സാധനമാണ് പുള്ളി ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. ഇത് കേട്ടോണം, ഇതൊരു കള്ളത്തരവാ. അടുത്ത കള്ളത്തരം പറയാൻ പോവാണ്. കണ്ട ഫ്ലാറ്റ് അടിച്ച് മാറ്റാൻ നോക്കിയെന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇയാൾക്ക് റെന്റിന് ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വരുന്നു, നമ്മൾ പുള്ളിയെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. സാധാരണഗതിയിൽ ഒത്തിരി അടുത്ത് ചെയ്യുന്ന റെന്റിന് വല്ല സ്പേസ് അവൈലബിൾ ആണ് നമ്മളൊരാളെ റെക്കമെൻഡ് ചെയ്യത്തില്ലേ, അതൊന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവന് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഫ്രണ്ടിനെ അറേഞ്ച് ചെയ്യുന്നതല്ല. അവിടെ നമ്മൾ ഡയറക്റ്റ്ലി ഒന്നുമില്ല,
എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കമ്മീഷൻ തരണം, ചുമ്മാ ഒന്നും വിറ്റ് തരത്തില്ലെന്നൊക്കെ പറയാറുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇവന് എന്തിനും അങ്ങനെ അല്ലേ? അപ്പോൾ ഞങ്ങളത് പറയും, ചുമ്മാ ഫ്രീ ആയിട്ടൊന്നും ചെയ്യത്തില്ല, എല്ലാവരും കമ്മീഷനൊക്കെ തരണം, ഞങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് എന്നാലും വിറ്റ് തരത്തുള്ളൂ എന്നൊക്കെ പറയും. അല്ല, ഇത് നടക്കുന്ന കേസൊന്നും അല്ല, എന്നാൽ പോലും പറയും. അപ്പോൾ എന്താ പറ്റിയേ? ഇയാൾ എന്നിട്ട് കയറി നമ്മൾ വേറൊരാളോട് പറഞ്ഞ് അവരേതോ ബയ്യറൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ തിരിഞ്ഞ് കളിക്കുക. എന്നിട്ട് പിന്നെ നമ്മളത് ഉപേക്ഷിച്ചു. ഞങ്ങൾ പിന്നെ ഇനി ഒരിക്കലും ഈ കാര്യത്തിൽ സഹകരിക്കത്തില്ല. അയാൾ ഇങ്ങനത്തെ ഓരോ മണ്ടത്തരം പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇയാൾക്ക് വല്ല ഗുണം ഉണ്ടാവട്ടെ എന്ന് കരുതി ചെയ്യുന്നത്, അല്ലാതെ ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇവൻ്റെ ഈ പരിപാടിക്ക് നിന്നിട്ട് അതിനിടയിൽ നിന്ന് കമ്മീഷൻ അടിച്ചിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ഒട്ടുമില്ല. അങ്ങനെ ഉണ്ടാകുന്ന വേറെ പലയിടത്തും ചെയ്യാന്ന്, അതിന് ഇവിടെ ഇയാളുടെ അടുത്ത് തന്നെ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇയാൾക്ക് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും നമുക്ക് അടുത്തറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വണ്ടി ആണേലും കൊള്ളാം, പറമ്പാണേലും കൊള്ളാം, വല്ല നോക്കിയെടുക്കണമെന്നുണ്ടെങ്കിലോ വല്ല അറിഞ്ഞാലോ പറയാറുണ്ട്. അല്ല, അതിനകത്ത് ഈ പറഞ്ഞ പോലെ വല്ല ബിസിനസ്സും കച്ചവടമൊന്നും ഇല്ല, ഇവൻ്റെ കേസിലും ഇല്ല. ഇനി ഇയാളായതുകൊണ്ട് മാത്രമേ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടുന്നു. അത് പുള്ളി ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഇനി ഓരോരുത്തരും ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇനി ഒത്തിരി പേര് ഇതുപോലെ വന്ന് പറയാൻ പോവുക. ആറാട്ടനെ പറ്റി ഒത്തിരി പേര് ഇത് പറയും. ആറാട്ടന് ഇതുവരെ ആരും അങ്ങനെ എതിർത്ത് പറയുന്ന കേട്ടിട്ടില്ല. അത് പുള്ളി ഇത്രയും നാളായിട്ട് ആരോടും ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ എന്നോട് ഇടപെടുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരോട് ഇടപെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങൾ പലതും പറയും. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഒരു കാര്യത്തിനും നമ്മൾ ഇയാളുടെ കേസുകളിൽ ഇടപെട്ടാൽ ഇയാൾ തിരിച്ചു പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഇടപെടുവാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഇയാൾ പെങ്ങന്മാരെ പറ്റി, വീട്ടുകാരെ പറ്റി, അപ്പനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വരും. അത് ഇതുപോലത്തെ ഒരു പ്രശ്നമാണ്. പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തിരിച്ച് പിന്നെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇയാൾക്ക്. ഇയാൾ ഇനി ആൾക്കാരെ പറ്റി പലരെ പറ്റിയും അടുത്തറിയാവുന്നവരെ പറ്റി പറയുന്നതൊക്കെ കള്ളത്തരമായിരിക്കും. അല്ലാതെ ഇയാൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കുറവാണ്. ഇയാൾ വളച്ചൊടിച്ച് പറയും. എല്ലാവരും വിചാരിക്കും അണ്ണൻ പാവമല്ലേ, അണ്ണൻ ശുദ്ധഗതിക്കാരനാണ്. ഞാൻ ഈ ഓൺലൈനിൽ ബാക്കി കമൻസ് പറയുന്നതിനെ പറ്റി സിനിമയുടെ റിവ്യൂ പൊട്ടത്തരമൊന്നും നമ്മൾ അറിയണ്ട. പക്ഷെ ഇയാളായിട്ട് ഇടപെട്ട ആൾക്കാർക്ക് എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. അടുത്തത് ഇതിനകത്ത് എന്തുവാണെന്നറിയാം, ഈ കേസ് കെട്ടായിട്ട് നടന്നപ്പോൾ ഒരു മനുഷ്യനില്ല ഇയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും. അപ്പൊ എന്റെ പുറകെ നടക്കുവാ, എന്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ ഇയാൾക്ക് ജാമ്യം എടുക്കണോ എന്നുള്ളൊരു ആവശ്യമുള്ളത് കൊണ്ട് അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തു. പകുതി വിലയ്ക്ക് ഈ പരിപാടി സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ പുറകെ ഇറങ്ങി പകുതി വരെ ഞങ്ങൾ ഓടി. ഞാൻ മാക്ക് കൂടെ പോയി ഹൈക്കോർട്ടിൽ പോകുന്നു, സംഭവമൊക്കെ നടത്തുന്നു, പല പെറ്റീഷനും അതും ഇതും എല്ലാം കൊടുക്കാൻ റെഡിയാക്കുന്നു. ഇയാളെ പിന്നെ കാണുന്നില്ല. ഇയാളുടനെ പോയി വേറെ ഏതൊരു അഡ്വക്കേറ്റിനെ പിടിച്ചിട്ട് കസിൻ വഴി അത് കുളവാക്കുന്നു. പിന്നീട് കേൾക്കുന്നത് 1.5 ലക്ഷം രൂപ പോയെന്നൊക്കെയാണ്. കസിൻ അടിച്ചു മാറ്റിയാണോ, അഡ്വക്കേറ്റ് എന്തെങ്കിലും ഒപ്പിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. അഡ്വക്കേറ്റ് അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഉള്ളതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. എല്ലാവരും ആ ഒരു വിലക്കൊക്കെയാണ് ചെയ്ത് കൊടുക്കാറ് ഇങ്ങനത്തെ കേസിനൊക്കെ ജാമ്യം എടുക്കുന്നതേ. ആ ജാമ്യം കിട്ടിയെന്ന് പുള്ളി പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കൂടുതൽ അന്വേഷിച്ചില്ല. ഇത് കഴിഞ്ഞ് ബാലയുടെ കേസ് വന്നു. ബാലയുടെ ഞാൻ കൊടുത്തേക്കുന്ന കേസിനകത്ത് ഇവൻ 2ാം പ്രതിയാണ്. അപ്പോൾ ഇയാളെ കൊണ്ട് കോടതി പോകേണ്ടത് എൻ്റെ ആവശ്യമായി. ഇപ്പോൾ ഇയാളെ അതിനകത്തുനിന്ന് മാറ്റണമെന്നുണ്ട്. വല്ല മാപ്പ് സാക്ഷിയാക്കുമോ അങ്ങനെ വല്ലതും നടക്കുമോ എന്ന് അന്വേഷിക്കാനാണ് പോകുന്നത്. അപ്പോഴും ഇയാൾ തിരിച്ചാ പറയുന്നത്, നമ്മൾ ഇയാളെ കാശടിച്ച് മാറ്റാൻ നോക്കി. എനിക്കാ നഷ്ടം. കാരണം ഞാൻ ഈ വണ്ടി ഓടിച്ച് ഇതിൻ്റെ പുറകെ നടക്കണം, എൻ്റെ സമയവും കളയണം. നമ്മളാരും ഇവൻ്റെ നിന്ന് പൈസയൊന്നും മേടിക്കാറില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ച ഈ പറഞ്ഞ പ്രിന്റ് എടുക്കാൻ വരെ ഞാനാ പൈസ കൊടുക്കുന്നത്. അല്ലാതെ ഇയാൾ കാശ് അയച്ചു തന്നിട്ടല്ല അതൊന്നും ചെയ്തേക്കുന്നത്. അതൊന്നും പിന്നെ ഇയാൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ഇതുപോലത്തെ ഒരു കുഴപ്പമുണ്ട് ഇയാൾക്ക്. അപ്പോൾ ഇയാളായിട്ട് ഇനി അങ്ങനെ വെറുതെ എന്തിനാന്ന് ഇയാളെ കൂടെ എന്തെങ്കിലും പരിപാടിക്ക് എനിക്കൊരു പ്രയോജനമുള്ള കേസല്ല. നമുക്ക് നഷ്ടമാണ് ഇയാളോട്. എല്ലാവരും എന്നോട് പറയുകയും ചെയ്യും, എന്തിനാ ഇതിനെ കൊണ്ട് നടക്കുന്നത്, ഇയാൾ പ്രശ്നക്കാരനാണ്, അതും കേൾക്കണം, പിന്നെ ഇതുപോലെ ഇതും കേൾക്കണം. അതുകൊണ്ടാണ് ഈ പരിപാടി നിർത്തുന്നത്. ഇനി അങ്ങോട്ട് ഈ സാധനത്തിനെ ഇങ്ങനെ തന്നെ കാണത്തുള്ളൂ. അല്ലാതെ ഇയാളത്ര മറ്റേ അലിൻജോസ് പിന്നെയും ഭേദം കേട്ടോ, ഇത്രയും കള്ളത്തരം പറയത്തില്ല. പ്രാന്തൻ, പൊട്ടൻ, മണ്ടൻ എന്തൊക്കെയാ വിളിക്കുന്ന ഇവൻ എന്താണ്? ഇവൻ ആരാണ്ട് വിചാരം? ഞാൻ ഞാൻ പോണില്ല. പിന്നെ അഡ്വക്കേറ്റിനെ കൊണ്ട് കാശ് നോക്കിയതാണ്. ഇതാണ് പരേരയിലെ പൊട്ടനാണ്. അവന്റെ കാശ് നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. ഇവന് എങ്ങനുണ്ട്? ഇതേ ഉള്ളൊരു വഴി കേട്ടോ. പെരേരെ എടുക്കാൻ വയ്യ. അതെന്താ സംഭവം എന്നറിയോ?
ഈ പെരേരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ അണ്ണം കയറി പൈസ കൊടുക്കാതിരിക്കാൻ ഞാൻ അണ്ണനോട് പറഞ്ഞു, അണ്ണ പൈസ കൊടുക്കരുത്, പെരേരയുടെ പൈസ പെരേര കൊടുക്കണം. ഞാൻ പെരേരയും വിളിച്ച് പറഞ്ഞു, എടാ ഇത്ര രൂപയാകുന്ന പരിപാടിയാണ്, ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വെക്കോ. ഇവിടെ ഒരു അഡ്വക്കേറ്റ് ഉള്ളത് അവരവരുടെ റേറ്റ് പറയും, അതൊക്കെ അവർ തമ്മിലുള്ള കാര്യങ്ങളാണ്, നമുക്കറിയത്തില്ല. അല്ല ഇതിനിടയിലൊന്നും നിന്ന് ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല. ഇവനും ഡയറക്റ്റായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, അല്ലാതെ ഇവന് ഡയറക്റ്റ് ഒരിക്കലും കണക്ഷൻ കിട്ടാത്ത ആൾക്കാരെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അല്ലാതെ ഇവനൊന്നും ഒരിക്കലും അങ്ങനത്തെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനൊന്നുള്ള സാധ്യതയൊന്നും ഇല്ല. പിന്നെ അഥവാ പരിചയപ്പെട്ടാലും അവരിങ്ങനത്തെ സാഹചര്യങ്ങൾ ഇവരുടെ കൂടെ ഒന്നും പോയി ഈ പരിപാടിക്ക് അത് അറ്റൻഡ് ചെയ്യത്തില്ല. ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അവരും പറഞ്ഞു ഇവൻ്റെ പരിപാടി പിടിക്കണ്ട, എന്തെങ്കിലും കാണിക്കട്ടെ, കാരണം അയാൾ ലാസ്റ്റ് തിരിച്ച് പറയും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് നിർത്തി. ഇപ്പോൾ ഏതായാലും കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടത്. ഇയാൾ ഇങ്ങനെ പറയുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. അതായത് ഒരാൾ സഹായിക്കുമ്പോൾ അയാളെ തിരിച്ചു പറയേണ്ട ആവശ്യം ആർക്കും ഇല്ലല്ലോ. അല്ല അഡ്വക്കേറ്റ് നേരത്തെ കണ്ടത് നന്നായി. അല്ലെങ്കിൽ ഇയാളുടെ കേസ് കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ വക്കീൽ ഫീസ് വല്ലതും മേടിച്ചാൽ ഇയാൾ ഇതല്ലേ പറയത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞ കള്ളത്തരം. ശാന്തനും പൊട്ടനും ഒന്നും അല്ല, കള്ളനാ. എല്ലാരും പറയുന്നുണ്ട് വന്തടിയേറ്റ് ഫേമസ്. ഏത് സെലിബ്രിറ്റി കൊണ്ടാണ് വന്തടിയേറ്റ് ഫേമസ് ആയത്? വനിതാ തിയേറ്റർ ഫേമസ് ആയത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആറാട്ടൻ എപ്പോഴാണ് ഫേമസ് ആയെന്ന് തിരിച്ചും ചോദിക്കുന്നു. ആറാട്ടൻ എപ്പോഴാണ് ഫേമസ് ആയത്? വനിതാ തിയേറ്ററിൽ പോയി ആറാട്ടൻ എന്ന് പറഞ്ഞ പടം കണ്ടപ്പോഴാണ് ഫേമസ് ആയത്. അപ്പൊ ആരാണ് ആദ്യം ഫേമസ് ആയത്? ഏപ്പടെ ഓടുന്ന തിയേറ്റർ ആകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിരന്തരം ഇങ്ങനത്തെ ആൾക്കാർ വന്നപ്പോഴാണ് ഫേമസ് ആകുന്നത് ആ തിയേറ്റർ. അല്ലാതെ ആറാട്ടെണ്ണം കാരണം അല്ലത്. അത് ആറാട്ടെണ്ണന്റെ വിചാരമായിരിക്കും, പക്ഷെ അല്ല. കാരണം ആറാട്ടെണ്ണം ഫേമസ് ആയപ്പോഴും ഈ വനിത തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഇല്ല. പിന്നെ പെരേര വന്നപ്പോഴും ഇല്ല. അതും കഴിഞ്ഞ് പിന്നെ അവിടെ നിരന്തരമായിട്ട് ഇത് തന്നെ നടക്കാൻ തുടങ്ങി. അതായത് വനിത തിയേറ്ററിൽ വന്ന് എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ വൈറലാകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ് വനിത എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിനെ പറ്റി പറയാൻ തുടങ്ങിയത്. അല്ലാതെ ഇയാൾ ഫേമസ് ആയപ്പോഴും ആർക്കും അറിയത്തൊന്നുമില്ല. അത് പിന്നെ അങ്ങനെ തോന്നും, എവിടെ നിന്നാണ് എന്ന് അന്വേഷിച്ചാൽ അങ്ങനെ വരത്തുള്ളൂ. ശരിക്കും അത് അങ്ങനെയല്ല. അത് ബോധമുള്ളവർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അല്ലാതെ ഇവൻ വിചാരിച്ചിട്ട് ഫേമസ് ആകുന്ന എന്ത് സംഭവമല്ല. എന്നാൽ പിന്നെ വേറെ തിയേറ്ററിന് മുന്നോട്ട് പോയി നിൽക്കുക, എന്നിട്ട് അതങ്ങ് ഫേമസ് ആക്കുക. അപ്പം അറിയാമല്ലോ. അങ്ങനല്ല, ഈ ഫേമസ് ആയ ആൾക്കാർ അവിടെ വരുന്നത് കൊണ്ടാണ് ഈ ക്യാമറ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ ആറാട്ടെണ്ണോ അതിനകത്ത് പെടുന്നുണ്ട്. കാരണം വൈറൽ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആറാട്ടെണ്ണോ പെരേരയോ ഗിംബോയോ ടൈഗർ ആറ് വന്നാലും അവിടെ ക്യാമറ ഉണ്ട്. അങ്ങനെ പതുക്കെ അത് തിയേറ്ററിന്റെ പേര് വരുന്നത്. ഇപ്പൊ പക്ഷെ നാണക്കേടായിക്കോ തിയേറ്ററിന്. ശരിക്കും പറഞ്ഞാൽ ഒരു പടം റിലീസ് ആകുമ്പോൾ ഇവിടെ ഒരു ഭ്രാന്തം വരുമെന്നാണ് പറയുന്നത്. ആദ്യം വന്നത് ഭ്രാന്ത്, ഇത് പിന്നെ ആരെയോ പെരേരയോ, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ നിരന്ന് വരാൻ തുടങ്ങിയില്ലേ. അങ്ങനെ അത് ഫേമസ് ആകുന്നത്, തിയേറ്റർ ഫേമസ് ആകുന്നത്. എങ്ങനെയാണ് തിയേറ്റർ അറിയപ്പെട്ടത്? അത് ശരിയാ, ആറാട്ടനിലൂടെ അല്ല, അത്രയും പേർക്കും അത്ര. പിന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഇതൊക്കെയായി കുഴപ്പം ഇയാളുടെ. അവിടെ പെരേര തന്നെ പിന്നെ വെറുതെ നിൽക്കുവാണ്. ബാക്കി എത്രയോ പേര് വന്നു, ഓരോ പ്രാവശ്യം ഓരോരുത്തരാണ് വൈറലാവുന്നത്. അത് അവിടെ വന്നാൽ വൈറലാവും, ഇനി അവിടെ ചെന്നാൽ വേറൊരാൾക്ക് വൈറലാവും, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ഇവൻ പോകണമെന്നൊന്നും ഇല്ല അവിടെ. തിയേറ്റർ ഉടമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിയേറ്റർ ഉടമ കണ്ട് സഹി കെട്ട് കഴിഞ്ഞപ്പോ വേണ്ട പറഞ്ഞതാ. ഇപ്പൊ അവര് അതിനകത്തൊരു കേട്ടുണ്ടെന്ന് പറഞ്ഞാൽ സർക്കുലർ ഇറക്കിയെന്നാ തോന്നുന്നത്. അറിയത്തില്ല ശരിയാണോ എന്ന്. ശരിയാണെ കൊള്ളാം, നല്ല കാര്യം. അയാൾക്ക് പിന്നെ ഭയങ്കര മനുഷ്യത്വം കേട്ടോ. ഇയാൾ ഈ കാണിക്കുന്നതും പറയുന്നതും എല്ലാം മനുഷ്യത്വം കൊണ്ട് പറയുന്ന. ഇന്ന് ആയിട്ട് പെരേര ചെയ്ത് വിളിച്ചിട്ടുണ്ടെന്നേ, പെരേര ആയാണ്ട് വേറെ ഉണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡ്രഗ്സ് അടിച്ച് പെണ്ണും പിടിച്ച് കിടക്കാൻ അറിയാം. അതൊക്കെ അണ്ണൻ അറിയാം നല്ലപോലെ. അണ്ണന്റെ 23,000 രൂപ പോയ കേസ് ഞാൻ പറയട്ടെ. അങ്ങനെ പേടിക്കും ഇയാള്. ഇനി അത് വിളിച്ച് പറയായിരിക്കും ഗോപിസുന്ദറിനെ അനുകൂലിച്ചെന്ന്. പിന്നില്ലാതെ ഗോപിസുന്ദറിന് എന്താ കുഴപ്പം? എന്ത് ചെയ്തു? ഒരുപാട് മോഹൻലാലിന്റെ പേരിട്ടാണ് വന്നത്. എടാ നിനക്ക് എനിക്ക് നിന്നെ വേണ്ട, നീ എന്നെ വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. അയ്യോ, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ പ്രേമോ? കുറച്ചു മുമ്പ് ഫോൺ ചെന്നായിരുന്നു, അറിയേണ്ട നിന്റെ വീഡിയോ ഞാൻ കണ്ടതാ. നീ ഒരു ദിവസം ഒരു 100 പ്രാവശ്യം വിളിക്കുകയും ചെയ്യും. ഭയങ്കര ശല്യമാണ്. വീട്ടിൽ വന്ന് കൊട്ടുക രാവിലെ. ഞാൻ ആ കോളിംഗ് ബെല്ല് വരെ കേടായിട്ട് നന്നാക്കിയില്ല. കാരണം ഇയാൾ ഈ കോളിംഗ് ബെല്ല് അടിച്ച് നമ്മളെ ഉണർത്തും. സാഡിസ്റ്റ് ചെകുത്താന്ന് പറഞ്ഞ അടുത്ത വീഡിയോ, ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ കണ്ടു.
ഞാൻ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല. എൻ്റെ തീയതി ഫേമസ് ആയതോ ഇല്ലയോ എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. അതിനെ കുറിച്ച് സീക്രട്ട് ഏജന്റ് കൂടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ് പറഞ്ഞാൽ പിന്നെ കറക്റ്റാ കേട്ടോ. ലോകത്തെ ഏറ്റവും അറിയാവുന്ന ആളാ എല്ലാ കാര്യങ്ങളും സീക്രട്ട് ഏജന്റ്. സീക്രട്ട് ഏജന്റ് പിന്നെ കറക്റ്റാ കേട്ടോ. അപ്പൊ 100 മാർക്കും കൊടുത്തിരിക്കുന്നു സീക്രട്ട് ഏജന്റ്. നിങ്ങൾ മനസ്സിലായി സ്വത്ത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. എന്റെ ഇഷ്ടം എല്ലാ കളി കളിക്കുന്നുണ്ട്. പിന്നെ അതും കാണത്തില്ല. കേസിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. പ്രോബ്ലം സോൾവ് ആയെന്ന് ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്നു. കാര്യത്തിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രൈറ്റിനോട് പറഞ്ഞാണ്, എൻ്റെ അമ്മയോട് പറഞ്ഞാൽ ശരിയാക്കാൻ പറഞ്ഞ ബ്രൈറ്റിന് പറഞ്ഞിട്ട് ബ്രൈറ്റിന് ഞാൻ എന്നോട് പറഞ്ഞു. പിന്നില്ലാതെ എങ്ങനെ ഇത് നടക്കുക? ഇവൻ എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവൻ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി അമ്മയോടെങ്കിലും ചോദിച്ചറിയാമല്ലോ ഇവർക്ക് അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ നടക്കുന്നതെന്ന്. അതറിയാൻ പറ്റിയില്ല. കാരണം അത്രയൊന്നും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനൊന്നും സമയമൊന്നുമില്ല. പിന്നെ ആരെ കണ്ടാലും പറയാൻ അവർക്ക് വട്ടാണ്, നിങ്ങൾ നോർമൽ ആൾ പറയും. അത് ബ്രൈറ്റ് പറഞ്ഞായിരുന്നു. ഇയാൾ ആരെ കണ്ടാലും പറയാറില്ല, ഈ ടീമിനെ കാണുമ്പോൾ പറയാറുണ്ട്. ഇവന് ഇയാൾക്കാണ് വട്ട്, ചെയ്ത്താണ് വട്ട്, ചെയ്ത്താണ് ഒരു. ഇത് ബ്രൈറ്റിനോടൊന്ന് ചോദിക്കണം. ഇത് ഇപ്പൊ ഒന്ന് വിളിച്ചാലോ, ബ്രൈറ്റിനൊന്ന് വിളിച്ചു ചോദിച്ചാലോ. ബ്രൈറ്റ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രൈറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇയാളാ പറഞ്ഞു, വേറെ ആളാ പറഞ്ഞു. പിന്നെ ഇപ്പൊ വേറൊരാളായി. കഴിഞ്ഞ ദിവസം വരെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പം പറയാം വേറൊരാൾ പറഞ്ഞു എനിക്കറിയാവുന്ന. മാറ്റി പറയുന്നുണ്ടോ? മാറ്റി പറയും. ഇനിയിപ്പോ നമ്മൾ പിടിച്ചിരുത്തി ചോദിച്ച ഇതൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും. പറയുകയും ചെയ്താണ് അയാളെ പൊട്ടനാണ്, അവനെ പറ്റിച്ച് കാശിനാണ് പറഞ്ഞാണ്. ഇവിടെ വേറെ എന്തിനാ ഈ പറ്റിക്കുന്ന? അല്ലാതെ തന്നെ ഒത്തിരി മാർഗങ്ങളുണ്ട്. പിന്നെ ഇവരെ വെച്ച് പറ്റിച്ചിട്ട് വേണ്ടേ? അശ്ശോ, അതെ 6 പറ്റിക്കാൻ എളുപ്പം, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പറയുന്നത് കണ്ടോ, എങ്ങനെയുണ്ട് ആള്. അത് ഞാൻ ഇയാളോട് പ്രത്യേകം പറയുന്നത്, നീ ആവശ്യമില്ലാതെ അവിടെ എവിടെയും ഇതും പറഞ്ഞ് നടക്കരുത്. വല്ലവരും വന്ന് നിന്നെ പറ്റിച്ചുകൊണ്ട് പോകും. അയാളെ പറ്റിക്കാൻ എളുപ്പമാണ്, ആര് വിചാരിച്ചാലും പറ്റിക്കും. ഇയാളെ പറ്റിക്കുന്നുണ്ട് ഒത്തിരി പേര്. അത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. ഇയാളോട് പ്രത്യേകം പറയുന്നത്, നീ ആവശ്യമില്ല അവിടെ ഇവിടെ നിന്നൊന്നും വിളിച്ച് പറഞ്ഞ് നടക്കരുത്. വല്ലയിടത്ത് ചെന്ന് തല വെച്ച് കഴിഞ്ഞാൽ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താ. പക്ഷെ ഇനിയായാലും ഇങ്ങോട്ട് വന്ന് അടുപ്പിക്കത്തില്ല. കാരണം കണ്ടില്ലേ പറയുന്നത് എങ്ങനെയാണെന്ന്. അല്ലാതെ ഇവനെ വെച്ചൊക്കെ കാശുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേറെ പല മാർഗങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ അണ്ണൻ പറയുന്നൊരു തെക്കൻ പരിപാടിയുണ്ട്. ഈ തെക്കൻ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അപ്പോൾ എവിടുകാരനാണോ എന്തോ, അയാളെ ആ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. എന്തോ ആലോചിക്കുവോ? സെന്റിമെന്റ്സ് ഇല്ലെന്ന്. ഇതിനോടൊക്കെ അല്ല ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ സെന്റിമെന്റ്സ് പറ്റുമോ? ഇതെല്ലാം നമ്മൾ ഓരോരുത്തർ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. എന്റെ കൂടെയുള്ള ഒരാളെയും കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കാറുണ്ട്. കിട്ടും, കാശും കിട്ടും. ഒന്നും നടക്കത്തില്ല, വെറുതെ വീണ്ടും പോയി വായും പൊളിച്ച് അവിടെ നിൽക്കും. ഇയാളുടെ പ്രശ്നം ശരിക്കും ഇതൊന്നും അല്ല. ഇയാൾക്ക് ഈ സെലിബ്രിറ്റികളെ കാണുമ്പോൾ പുറകെ പോകുന്ന അസുഖമുണ്ട്, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അല്ലെങ്കിൽ എന്തോ ഇയാൾക്ക് കണ്ടന്റ് ചെയ്യാനാണ് വീട്ടിൽ ഇരുന്ന് ചെയ്യരുതോ, അല്ല വേറെ എന്തെല്ലാം ആൾക്കാർ കൂടുണ്ട്, ഇവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാം. പക്ഷെ ഇതൊന്നും അല്ല പ്രശ്നം. നേരെ ചെന്ന് കയറും. ഇടയ്ക്കിടയ്ക്ക് നടികളെ മാറ്റി ചുമ്മാ ക്രഷുണ്ട് എന്ന് പറഞ്ഞ് നടക്കും. ഇവരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇളക്കമുണ്ട്, അത്രയേ ഉള്ളൂ. അതാണ് അസുഖം. അത് കൂടാതെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം ഈ തിയേറ്ററിൽ പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്, അല്ലാതെ വേറൊന്നും ഇല്ല.